എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കോട മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. കൂടാതെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇലകളിലൊക്കെ മഞ്ഞുതുള്ളികൾ വന്നിങ്ങനെ കിടന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ധ്രുവ് ബേബി ഇതാ ഞാൻ എണീറ്റ് പോരുന്നതിന് പുറകെ അവനും എണീക്കും. അവൻ പിന്നെ കിടക്കില്ല കേട്ടോ. അങ്ങനെ ധ്രുവ് ബേബി ഇതാ മഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഒരു ഹാഫ് ക്ലീനിങ് ഡേ എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലായിടവും ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇടാൻ പോവുകയാണ്. ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിടും. അതെന്താണെന്ന് വെച്ചാൽ ധ്രുവ് ബേബി എണീറ്റാൽ പിന്നെ ഒന്നും നടക്കില്ല. അവൻ്റെ കൂടെ കളിച്ചും അതിന് ശേഷം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും സമയം ഒരുപാടാകും. പിന്നെ ക്ലീനിങ് പരിപാടി ഒന്നും നടക്കില്ല. ചില ദിവസങ്ങളിൽ രാത്രിയാവും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ പോണത്. അപ്പോൾ ഇന്നെന്തായാലും ധ്രുവ് ബേബി കുറുക്കൊക്കെ കുടിച്ച് ഉറങ്ങണ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിലാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യണത്. ധ്രുവ് ബേബി ഉറങ്ങുന്ന ടൈമിൽ മാത്രമാണ് കേട്ടോ ജോലികളൊക്കെ ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ അവൻ്റെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ്. അതെനിക്കും സന്തോഷമാണ്, അത് അവനും സന്തോഷമാണ്. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എല്ലായിടവും നീറ്റായിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എന്നും ഫ്ലോറ് ക്ലീൻ ചെയ്തിടും. അവന് നിലത്തൊക്കെ കിടന്ന് കളിക്കുന്നതായതുകൊണ്ട് എന്നും ക്ലീനിങ് പതിവുള്ളതാണ് കേട്ടോ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ആളിതവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് കഴിച്ചാൽ കുറച്ചധികം നേരം ആൾ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ടൈമിൽ പണി കഴിഞ്ഞുള്ള ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കുറേ ടൈം കിട്ടും കേട്ടോ എനിക്ക്. ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ആൾക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. കാഴ്ചകളൊക്കെ കാണാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനെയൊക്കെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കായപ്പോൾ ചോറുണ്ടാണ്. ഇന്ന് സാമ്പാറുണ്ട്. അതിൻ്റെ കൂടെ അമ്മ ഇന്ന് 2 മെഴുക്കുപുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പാവയ്ക്കയുണ്ട്, അതുപോലെ തന്നെ വെണ്ടയ്ക്കയുണ്ട്. ഇവിടെ ഹസ്ബൻഡിന് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് 2 മെഴുക്കുപുരട്ടി ഉള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ധ്രുവ് ബേബി ആയിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ. ഇപ്പോൾ അവൻ്റെ പ്ലേ ടൈമാണ്. അവന് ആ കയ്യിലിരിക്കുന്നത് കൊണ്ടും പിന്നെ ആ ഒരു ചെറിയ താറാവിൻ്റെ ആ ടോയ്സ് കൊണ്ട് മാത്രമേ അവൻ കളിക്കാറുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വെറും പ്രഹസനത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ടൈം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ നാളേക്കുള്ള മാവ് അരച്ച് വെക്കുകയാണ് കേട്ടോ. ഇതെന്താ ആട്ടുകല്ലിൽ അരക്കണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ചെറുതായിട്ടൊന്ന് പണി തന്നു. അപ്പോൾ അത് നന്നാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. മിക്സി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇടയ്ക്ക് ആട്ടുകല്ലിലും അരി അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.